ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കണ്ടിട്ട് കുറേ ഒരു 2 മാസമൊക്കെ ആവാറായി. അപ്പോൾ ഇതൊക്കെ നേരത്തെ ഒരു മാസം മുമ്പേ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആട്ടോ. ഞാനിപ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മുഖത്തിൻ്റെ സൈഡിലൊരു തടിപ്പുണ്ട്, അപ്പോൾ അത് കീറാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞു. അന്ന് ഒരു ഞായറാഴ്ചയാണ് പറഞ്ഞിരുന്നത്. അന്ന് ഞായറാഴ്ച ഞങ്ങൾ എല്ലാം സെറ്റായിട്ട് അങ്ങ് പോയതായിരുന്നു. പക്ഷെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അന്ന് ഡോക്ടറില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ ആദ്യം വലിയ ഉഷാറായി തുള്ളിച്ചാടിയൊക്കെ പോയതായിരുന്നു. അപ്പം അന്ന് അവിടെ ഡോക്ടറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അതിന് 2 ദിവസം കഴിഞ്ഞ് പിന്നെ വാപ്പിയായിട്ടാണ് പോയത്. അന്ന് വാപ്പി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാം ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അകത്തോട്ട് പോയിരിക്കാൻ പറഞ്ഞു. അകത്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് അകത്ത് കയറിക്കോ, അവിടെ പോയി ആദ്യം ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തി. അപ്പോൾ അവിടെ ചെന്നിരുത്തിയപ്പോൾ പറഞ്ഞ് അവിടെ ഇരുന്ന് ചെയ്യാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള കാരണം തൊട്ടപ്പുറത്ത് ബെഡ് ഉണ്ടായിരുന്നു. ബെഡിൻ്റെ അവിടെ എന്നെ കൊണ്ട് കിടത്തിയല്ല, എൻ്റെ അടുത്ത് പറഞ്ഞ് അവിടെ പോയി കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനിപ്പം വീണ്ടും വന്നിട്ട് നോക്കിയിട്ട് കാണുന്നില്ല. അത് ജസ്റ്റ് ഒരു തടിപ്പ് പോലെ ഉണ്ട്. അത് എന്തായാലും കീറിയേ പറ്റത്തുള്ളൂ. അതിന് വെച്ചുകൊണ്ടിരുന്ന കൊള്ളത്തില്ല, ചവ്വാണ്. അപ്പോൾ ചവ്വായിട്ട് ഒത്തിരി ഇരിക്കുന്നത് നമുക്ക് കേടല്ലേ ഉള്ളിൽ. അപ്പോൾ അതെന്തായാലും കീറാൻ വേണ്ടിയിട്ട് പോയി. അപ്പോഴത്തേക്കും സിസ്റ്റർ എല്ലാം കൊണ്ട് വെക്കുന്നുണ്ടായിരുന്നു. അവിടെ ഗ്ലൗസും സൂചിയും സിസേഴ്സും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് കൊണ്ടുവെക്കുന്നുണ്ടായിരുന്നു. കൊണ്ടുവച്ച് എല്ലാം പ്രിപ്പയറായി കിടന്നു കഴിഞ്ഞപ്പോഴാണ് സിസ്റ്റർ പറഞ്ഞ് കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ചെയ്യാനായിട്ടുള്ള വേറെ എന്തോ സാധനം മെഷീനായിട്ടൊന്നും വലുതായിട്ടല്ല, ചെറിയ എന്തോ സിസേഴ്സും വേറെ എന്തൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വെച്ചിരിക്കുക. സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അതവിടെ സ്റ്റെറിലൈസ് ചെയ്യാൻ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അവർ കാണാതെ അങ്ങ് വീഡിയോ എടുത്തതാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ വലിയൊരു ഇതും കഴിഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ. അപ്പം അതിൻ്റെ ആ സമയത്ത് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ അവിടെ മരവിപ്പിച്ചിട്ട് നമ്മളെ കണ്ണടച്ച് വെക്കാൻ പറയും. മുഖത്ത് ബ്ലഡൊക്കെ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ അവരൊക്കെ ചോദിച്ചായിരുന്നു, ചേച്ചി എങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു, അത് കളയാൻ പറ്റുമോ, ഒന്ന് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു പഞ്ഞിക്കകത്തായിരുന്നു, അതറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അതെല്ലാം കളഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ഡ്രസ്സിൻ്റെ സൈഡിൽ ഷോളിൻ്റെ അവിടെയായിട്ട് ബ്ലഡ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ബ്ലഡ് ഒഴുകുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ, അവിടെ എവിടെയൊക്കെ നമ്മുടെ ദേഹത്തോടെ ഒഴുകുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാൻ ഷോളിൻ്റെ അവിടെ നോക്കിയപ്പം ജസ്റ്റ് ഒരു തരി പോലെ ഇരിപ്പുണ്ട്. അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അത് കണ്ടപ്പോൾ നമ്മൾ ഈ ചിക്കൻ അല്ല, ഏത് ഇറച്ചിയാണെങ്കിലും വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ചവ് പോലെ ഇരിക്കത്തില്ലേ, അവിടെ അതുപോലെ ഇരുമ്പോണ്ടൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചുണ്ടിൻ്റെ അവിടെ എന്താണെന്ന് നോക്കിയെന്ന് വെച്ചാൽ അവിടെയൊക്കെ ചോര തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ അവിടെ ഒന്ന് ഒപ്പി കൊടുത്തതായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നമുക്കൊരു ഇഞ്ചക്ഷനുണ്ട്, TT എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ TT എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വന്നു. അതൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. ഛർദ്ദിക്കാൻ വന്നിട്ട് പോയി ഛർദ്ദിച്ച് വൊമിറ്റൊക്കെ ചെയ്തു. പിന്നെ വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ചങ്ങ് കിടന്നു. ഫുഡെന്ന് വെച്ചാൽ അധികം ഇതായിട്ടെന്ന് ചവയ്ക്കാൻ പറ്റത്തില്ല, നമുക്ക് ഇതായിരുന്നു. ജ്യൂസൊക്കെ കുടിച്ച് കിടന്നു. അപ്പോൾ പിറ്റേന്നും 2 ദിവസത്തേക്ക് ഡ്രസ്സ് ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രസ്സ് ചെയ്യാൻ വന്നപ്പം അപ്പോഴാണ് ഞാൻ ആ സ്റ്റിച്ചിൻ്റെ ഇതെല്ലാം കണ്ടത്. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, അതുപോലെ ഞാൻ അപ്പോഴാണ് കേട്ടോ കാണുന്നത്. അന്ന് ഫോട്ടോയിൽ നമുക്ക് ഒട്ടിച്ചിരിക്കുന്നതല്ലേ, നമ്മൾ ഫോണെടുത്ത് നോക്കിയാലും ഒട്ടിച്ചിരിക്കുന്നത് കാണുന്നത്. സ്റ്റിച്ച് എങ്ങനെയാണെന്ന് അറിയത്തില്ല, നീരും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒന്നും എനിക്ക് അത്രയും ഫുഡ് ബ്രഷ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല, തുറക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇച്ചിരി നീരും ഉണ്ട്, നമുക്ക് തുറക്കുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ സിസ്റ്ററായിട്ട് കമ്പനിയായി അങ്ങനെ ചോദിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമോ, ഇത് ഒത്തിരി നേരം എടുക്കുമോ, വേദനയൊക്കെ ഉണ്ടാവുമോ. അപ്പോൾ എനിക്ക് ആണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവാൻ്റെ സ്കൂൾ തുറക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ ഇത് ഉണങ്ങിയിട്ട് സ്റ്റിച്ചൊക്കെ എടുത്തിട്ട് വേണം എനിക്ക് തിരിച്ച് വരാൻ. അപ്പോൾ ഞാൻ സിസ്റ്ററിൻ്റെയൊക്കെ ചോദിക്കുന്നുണ്ട്, സിസ്റ്റർ ഇത് സ്റ്റിച്ച് എടുക്കാൻ ഒത്തിരി ദിവസം എടുക്കുമോ, അതിന് ഉണങ്ങുമോ എന്നൊക്കെ ചോദിച്ചെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് പെട്ടെന്ന് ഉണങ്ങും, മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ, നമ്മുടെ പഴുക്കുന്ന രീതിയിലത്തെ ഫുഡ് ഐറ്റംസ് ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞ് അതൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് സ്റ്റിച്ച് എടുക്കാൻ വന്ന ദിവസത്തെ ഇതാണ് കേട്ടോ വീഡിയോ. സ്റ്റിച്ചൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാം. കാരണം പിറ്റേന്ന് ഇവാന് സ്കൂൾ തുറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ഇതെല്ലാം മുൻകൂട്ടി ചെയ്ത് പോവുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കിയിട്ട്
അവർ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയാൻ പറഞ്ഞത് നമ്മുടെ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ബെൽ ബട്ടൺ എനാബിൾ ചെയ്തേക്കണം കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണണം, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ സ്റ്റിച്ചൊക്കെ ഉണങ്ങി, ഇപ്പം ഒരു ഇതുമില്ല, സ്റ്റിച്ചിൻ്റെ ഇതെല്ലാം പോയി, നൂലെല്ലാം പോയി. ഇപ്പം പെട്ടെന്ന് നോക്കിയാൽ അറിയത്തില്ല ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന്. പിന്നെ സൂക്ഷിച്ച് നോക്കിയാൽ അത് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു പാട് പോലെ കാണാം. നമ്മൾ ഇപ്പം എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ തൊലി പോയി കഴിയുമ്പോൾ ഒരു പാട് വരത്തില്ലേ, അതുപോലെ തോന്നത്തുള്ളൂ. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അതിനൊരു ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ട്, അതിട്ട് കഴിയുമ്പോൾ മാറും. അതൊരു 3 മാസത്തേക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അതിട്ട് കഴിയുമ്പോൾ മാറുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ വലിയ പ്രശ്നമില്ല, അറിയുന്നില്ല. ഇപ്പോൾ തടുപ്പൊന്നും ഇല്ലാത്ത കാരണം അറിയുന്നില്ല. കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സൗണ്ട് ഇച്ചിരി പോയി കിടക്കുകയാണ്, അതുകൊണ്ടാട്ടോ ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ വേറെന്താ, അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ബെൽ ബട്ടണും കൂടി ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.